ഒരു പാർട്ടി അതിന്റെ പ്രതിപക്ഷ നേതാവ് ആരായിരിക്കണം തീരുമാനിക്കാനുള്ള അവകാശം അവർക്കുണ്ട്. CPM തീരുമാനിച്ചു. ഞാനതിനെ ആ രീതിയിലേ കാണുന്നുള്ളൂ. CPM അങ്ങനെ വേണം. പിണറായിക്ക് അധികാരമില്ലാതെ നിൽക്കാൻ പറ്റില്ല എന്ന വാദത്തോടൊന്നും എനിക്ക് യോജിപ്പില്ല. പിണറായി അധികാരമില്ലാതിരുന്നിട്ടുണ്ട്, പാർട്ടി നേതാവായിരുന്നിട്ടുണ്ട്, ഇപ്പോഴും അദ്ദേഹം പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്, ഒക്കെയാണ്. ഏതെങ്കിലും ഒരു അധികാരത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഇവിടെ ചില സോഷ്യൽ മീഡിയ ആളുകൾ പറയുന്ന പോലെ അദ്ദേഹത്തിന് ചികിത്സയ്ക്ക് അമേരിക്കയ്ക്ക് പോകാൻ പണം കിട്ടാൻ വേണ്ടിയോ ഒന്നുമല്ല. അത് വേണേ MLA എന്നുള്ള നിലയ്ക്കും അദ്ദേഹത്തിന് കിട്ടും. അല്ലെങ്കിൽ തന്നെ അതൊക്കെ കൊടുക്കാൻ ശേഷിയുള്ള ഒരു പാർട്ടിയാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് അത്തരം വാദങ്ങൾക്കൊന്നും അർത്ഥമില്ല. പക്ഷേ CPMന്റെ വലിയൊരു പ്രതിസന്ധി ഈ തീരുമാനത്തിന് പിന്നിലുണ്ട്. എന്താ പ്രതിസന്ധി? തിരുത്തും എന്നാണ് CPM പറഞ്ഞത്. ആർക്കും തുറന്നു പറയാൻ അവകാശമുണ്ട്, പറയുമെന്നാണ്. പക്ഷെ ഒരു കാര്യം സംഭവിച്ചത്, ഈ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന്റെ ഏറ്റവും പ്രധാന കാരണക്കാരൻ പിണറായി വിജയൻ എന്ന വ്യക്തിയാണ് എന്നും അദ്ദേഹത്തിന്റെ പ്രസന്റേഷനും അദ്ദേഹം എടുത്ത നിലപാടുകളും വലിയ തോതിൽ പാർട്ടിക്ക് ദോഷമായി എന്നും സാമാന്യ ബുദ്ധിയുള്ള ആളുകൾ ധരിച്ചിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ട്. പക്ഷേ അതൊന്ന് തുറന്നു പറയാൻ, പിണറായിയോട് നിങ്ങളാണ് നഗ്നനാണ് നിങ്ങൾ എന്ന് പറയാൻ ശേഷിയുള്ള ഒരു നേതാവും ഈ പാർട്ടിയിൽ ഇല്ല എന്നതാണ് മനസ്സിലാവുന്ന കാര്യം. പിണറായിയോട് അത് പറയാതെ ഒരു തിരുത്തും ഇനി നടക്കില്ല. സഖാവേ, നിങ്ങൾ മാറി നിൽക്കുക, നിങ്ങളല്ല ഇനി ആവേണ്ടത്. പലതരത്തിൽ നമുക്ക് പുതിയൊരു നേതൃത്വം വരണം, പുതിയ സംഘാടനം വരണം, പുതിയ മുദ്രാവാക്യങ്ങൾ വരണം. കഴിഞ്ഞ 10 വർഷവും മനുഷ്യൻ കേട്ടുമെടുത്ത വികസനം 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 എന്നുള്ള മുദ്രാവാക്യമല്ല ഇനി വരേണ്ടത്. പുതിയ കേരളത്തെ സമീപിക്കണം. യുവാക്കളിലേക്ക് പാർട്ടി കടന്നു കയറണം. അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ലീഡർഷിപ്പിലേക്ക് പാർട്ടി പോകണം. പ്രതിപക്ഷ നേതാവ് വേണേ അദ്ദേഹം ആവട്ടെ, ആവാതിരിക്കട്ടെ, വേറെ ആളെങ്കിലും മാറ്റട്ടെ, അതൊന്നും എനിക്കറിയില്ല. അദ്ദേഹത്തിന്റെ ആരോഗ്യം സമ്മതിക്കുമെങ്കിൽ അത് ഇരുന്നോട്ടെ. പക്ഷെ അതല്ല ഇവിടെ ചോദ്യം. അതല്ല, താങ്കളാണ് സഖാവെ തെറ്റ് ചെയ്തത് എന്ന് പറയാൻ പാർട്ടിയിൽ ആരുമില്ലാതായി എന്ന അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് മിക്കവാറും എല്ലാ നേതാക്കന്മാരും തോറ്റു. പ്രധാന നേതാക്കന്മാരും മന്ത്രിമാരും 13 പേരൊക്കെ തോറ്റു. CPMന്റെ തന്നെ പാർലമെന്റിൽ അല്ലെങ്കിൽ അസംബ്ലിയിൽ നന്നായി ശോഭിച്ച ഒരുപാട് പേർ, ഇപ്പോൾ B രാജീവ് ആണെങ്കിലും MP രാജേഷ് ആണെങ്കിലും അതുപോലെയുള്ള നിരവധി പേർ, TP രാമകൃഷ്ണൻ, ഇവരൊക്കെ തോറ്റുപോയി. അതുകൊണ്ട് ഒരാൾ പ്രതിപക്ഷ നേതാവ് ശേഷിയുള്ള ഒരാൾ വേണം എന്ന് തീരുമാനിച്ച് പിണറായി ആക്കിയതാണ് എന്ന് വാദത്തിന് പറഞ്ഞാൽ പോലും പാർട്ടിക്ക് ഒരു പുതിയ മുഖമില്ല എന്ന് പറയുന്നതിന് തുല്യമാണത്. പഴയ മുഖം തന്നെയാണ്. ഞാനല്ലാതെ മറ്റാരുണ്ട് എന്ന് ചോദിച്ച ചോദ്യമുണ്ടല്ലോ, അത് കേരളീയരുടെ മനസ്സിലുണ്ട്. അത് തന്നെയാണ് വീണ്ടും കാണിക്കാൻ പോകുന്നതെങ്കിൽ CPM രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നാണ്. അല്ലാതെ പിണറായി വ്യക്തിപരമായി കുറ്റം ചെയ്തു എന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. അദ്ദേഹം സ്വീകരിച്ച നയങ്ങൾ, അദ്ദേഹത്തിന്റെ രീതികളൊക്കെ വലിയ തോതിൽ ജനങ്ങളിൽ വെറുപ്പുണ്ടാക്കിയിട്ടുണ്ട് എന്ന് സാധാരണ ഒരു ബ്രാഞ്ച് സെക്രട്ടറിയോട് ചോദിച്ചാൽ അറിയാം. നിങ്ങൾ ബ്രാഞ്ച് തിരുത്തു തുടങ്ങല്ലേ, ബ്രാഞ്ച് സെക്രട്ടറിയോട് ചോദിച്ചാലും അവരിൽ ആദ്യം വരിക പിണറായിക്ക. അദ്ദേഹത്തിന്റെ കുറ്റമല്ല, പാർട്ടി അദ്ദേഹത്തെ അങ്ങനെയാക്കി. ഞാൻ പിണറായി മാത്രം കുറ്റം ചെയ്തു എന്ന് പറയുന്ന ഒരാളുമല്ല. പക്ഷേ അതല്ല എന്ന് പറയാൻ പാർട്ടിയിൽ ആരുമില്ല. അതല്ലേ വേണ്ടത്. ഇങ്ങനെയല്ല സഖാവെ മുമ്പോട്ട് പോകേണ്ടത്. ഇപ്പൊ പലരും പറയുന്നുണ്ടല്ലോ. ഇപ്പൊ ഇന്നലെ പാർട്ടിയുടെ ഒരു പത്രവാർത്ത വന്ന് എനിക്ക് ചിരി വന്നു. PM ശ്രീയിൽ ഒപ്പിട്ടതിനെതിരെ CPI നിലപാടെടുത്തതാണ് മോശമായത്. PM ശ്രീയിൽ ഒപ്പിട്ടതിനൊരു തെറ്റുമില്ല അല്ലേ? PM ശ്രീയിൽ ഒപ്പിട്ടതിൽ തെറ്റില്ല, ഒപ്പിട്ടത് തെറ്റാണെന്ന് CPI പറഞ്ഞതിലാണ് തെറ്റ്. എനിക്കിത് ചിരിയാ വരുന്ന കാര്യം. ഇപ്പൊ കുഞ്ഞികൃഷ്ണന്റെ കാര്യം പറഞ്ഞ മാതിരിയാ. കുഞ്ഞികൃഷ്ണൻ അവിടുത്തെ രക്തസാക്ഷി ഫണ്ട് വെട്ടിച്ചു എന്നത് തെറ്റില്ല, പക്ഷെ കുഞ്ഞികൃഷ്ണൻ അത് പറഞ്ഞു എന്നതാണ് പാർട്ടി തെറ്റായി കണ്ടത്. ഇതന്നെയാണോ പാർട്ടിയുടെ ഇനി വരാൻ പോണ സമീപനം? അങ്ങനെയാണോ? പിന്നെ എന്താണ് തുറന്ന സമീപനം എന്ന് പറയുന്നത്? നിങ്ങൾ ചോദ്യം ചോദിച്ചോളൂ എന്ന് പറയുന്നത് ആരോട് ചോദിക്കണം? സഖാവ് MV ഗോവിന്ദനോ MA ബേബിയോ വരെയുള്ള ആളുകൾ സാധാരണ ബ്രാഞ്ച് സെക്രട്ടറിയുടെ വീട്ടിൽ പോയെന്ന് ചോദിക്കുക, എന്താ ഇലക്ഷൻ തോറ്റേന്ന്? ഏതെങ്കിലും ബ്രാഞ്ച് സെക്രട്ടറിയുടെ വീട്ടിൽ പോയി ചോദിക്കും. അപ്പൊ അവരെ രഹസ്യമായിട്ട് വിളിച്ച് പറഞ്ഞു തരും. കാരണം പരസ്യമായി പറഞ്ഞാൽ അവർക്ക് പണി കിട്ടും. പരസ്യം എന്ന് പറഞ്ഞാൽ ആരും അറിയാതെ അത് പറയില്ല. കാരണം അവർ പറയും ആ പടം ആണ് പ്രശ്നം, ഞാനല്ലാതെ മറ്റാരുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ആളുകൾക്ക് അഹങ്കാരം തോന്നിയതാവാം, അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശന്റെ കൈ പിടിച്ചതാവാം, അല്ലെങ്കിൽ അത്തരത്തിൽ ADGP അജിത് കുമാറിനെ ചെയ്തതാവാം, സംരക്ഷിച്ചതാവാം. പൂരം കലക്കിയ ADGP അജിത് കുമാറിനെ സംരക്ഷിച്ചു, CPI പറഞ്ഞത് തെറ്റ്. അല്ലെങ്കിൽ EP ജയരാജൻ BJP നേതാവിനെ കണ്ടതാവാം, നേരിട്ട് പോയി കണ്ടതാവാം, അല്ലെങ്കിൽ വന്ന് വീട്ടിൽ വന്ന് കണ്ടതാവാം.
അല്ലെങ്കിൽ അജിത് കുമാർ RSS നേതാക്കളെ കണ്ടതാവാം. ഇതൊന്നും തെറ്റല്ല, ഇതൊക്കെ പറഞ്ഞവർക്കാണ് തെറ്റ്. ഇത് വളരെ വിചിത്രമാണ്. ഷൂട്ടിംഗ് ദ മെസ്സഞ്ചർ എന്ന് പറയും. മെസ്സേജ് കൊണ്ടുവന്ന ആളെ നമ്മൾ ഷൂട്ട് ചെയ്യും, എന്നിട്ട് അത് നിൽക്കും. ഇവിടെ പാർട്ടി ഏതെങ്കിലും തരത്തിൽ മാറാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ആദ്യം വേണ്ടത് ഈ ചോദ്യം പിണറായി വിജയനോട് ചോദിക്കാൻ ധൈര്യമുള്ള നേതാക്കളാണ്. അദ്ദേഹത്തെ തിരുത്തണം. അദ്ദേഹത്തെ തിരുത്താൻ ഞാൻ വളരെ ലളിതമായൊരു കാര്യം ചോദിക്കട്ടെ. ഇത്രയും വലിയൊരു തോൽവി തോറ്റു, 10 കൊല്ലം ഭരിച്ച ആളാണ്. ഏറ്റവും ചുരുങ്ങിയത് LDF വോട്ട് ചെയ്തവർക്ക് നന്ദി, അല്ലെങ്കിൽ കേരളത്തിൽ വോട്ട് ചെയ്തവർക്ക് നന്ദി എന്ന് പറയാനുള്ള ഒരു സന്മനസ് കാണിക്കണ്ടേ? കാണിക്കും അദ്ദേഹം? കാണിച്ചിട്ടില്ല. വായ തുറന്നൊരു അക്ഷരം പറഞ്ഞിട്ടില്ല. ഒരു സിനിമയിൽ ചോദിച്ച പോലെ എന്തെങ്കിലും പറഞ്ഞോ? പറഞ്ഞില്ല എന്ന് മാത്രമല്ല, വല്ലാത്തൊരു എന്തോ ഒരു വൈകാരിക ഭാവം. തെരഞ്ഞെടുപ്പിൽ ജയിക്കും തോൽക്കും, അത് സാധാരണമാണ്. തോറ്റിട്ടുമുണ്ട്. പാർട്ടി തോറ്റിട്ടില്ലേ? പാർട്ടി ഏറ്റവും നീചമായി തോറ്റ ഒരു തെരഞ്ഞെടുപ്പിൽ, ഏറ്റവും മോശമായി തോറ്റ ഒരു തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചുകൊണ്ട് 77-ൽ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ ആളാണ് ഞാൻ. അന്ന് കേരളത്തിലെ എല്ലാ ലോക്സഭാ സീറ്റും നഷ്ടപ്പെട്ടു. ആകെ 29 സീറ്റാണ് മുന്നണിക്ക് കിട്ടിയത്. ഇന്നും അത്രയൊക്കെ സീറ്റേ ഉള്ളൂ CPM. അപ്പോൾ അത്തരത്തിൽ വലിയ തോതിൽ നാശമുണ്ടായിട്ട് അതിൽ തനിക്കെന്തെങ്കിലും തെറ്റുപറ്റി ദുഃഖിക്കുന്നു എന്ന് പറഞ്ഞില്ല എന്ന് മാത്രമല്ല, കുറെ നേതാക്കന്മാർ വന്നിട്ട് അലസമായ ജനങ്ങൾ മറ്റതാണ് മറിച്ചതാണ്, ഞങ്ങൾ ഇതൊക്കെ നക്കി തിന്നാൻ തന്നിട്ട് നിങ്ങളൊന്നും ചെയ്തില്ലല്ലോ എന്ന മാതിരിയുള്ള തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണോ പറയാൻ പോണേ? ഞങ്ങളിത് വികസനം നടത്തി, നിങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ പെൻഷൻ തന്നു, നിങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ വീട് വെച്ചു കൊടുത്തു, നിങ്ങൾ എന്ത് ചെയ്തു എന്ന ചോദ്യമല്ല ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. ജനങ്ങൾ പ്രജകളല്ല, ജനങ്ങൾ പൗരന്മാരാണ്. പൗരന്മാരും പ്രജകളും തമ്മിലുള്ള വ്യത്യാസം CPM അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കൾ മനസ്സിലാക്കണം. പൗരന്മാർ, അവർക്ക് അധികാരമുണ്ട്, ആത്മാഭിമാനമുണ്ട്. ഞാൻ ഈ അടുത്ത ദിവസം ഒരു ഇടതുപക്ഷത്തെ എല്ലാ കാലത്തും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹാൻഡില്, വലിയ ഫോളോവേഴ്സിലെ ഹാൻഡിലാണ്, അവർ പറയുന്നത് ഞാൻ കേട്ടു. ആത്മാഭിമാനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തിരിച്ചടിച്ചത്. ഞങ്ങളൊക്കെ തന്നിട്ട് നിങ്ങൾ എന്താടാ ചെയ്യാത്തതെന്ന് ചോദിക്കുന്ന ഒരു MM മണി അദ്ദേഹത്തിന്റെ ഗ്രാമ്യ ഭാഷയിൽ ചോദിക്കുന്നത് തന്നെയാണ് സ്വരാജ് മുതൽ M ഗോവിന്ദൻ വരെയുള്ള ആളുകൾ വലിയ ഭാഷയിൽ ചോദിക്കുന്നത്, സംസ്കൃതത്തിൽ ചോദിക്കുന്നത്. അതല്ല. അപ്പൊ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകുന്നു എന്നതല്ല, CPM ഒരിക്കലും മാറാൻ തയ്യാറല്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് അതിനർത്ഥം. സഖാക്കളെ, പുതിയ കാലത്തെ നേരിടാൻ പുതിയ ആശയങ്ങൾ, പുതിയ നേതൃത്വങ്ങൾ നമുക്കുണ്ടാവണം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഇത്തവണ ഏറ്റവും വലിയ വിജയം നേടിയത് അവരുടെ ഒരു പുതിയ സൈന്യത്തെ മുമ്പിൽ ഇറക്കിയിട്ടാണ്. അവരെല്ലാവരും ജയിച്ചു, മിക്കവാറും എല്ലാ നേതാക്കന്മാരും ജയിച്ചു. ജയിക്കില്ല എന്ന് കോൺഗ്രസ്സുകാർ തീരുമാനിച്ചിരുന്നവർ ജയിച്ചു. കാരണം ജനങ്ങൾ പറഞ്ഞു ഞങ്ങൾക്കൊരു മാറ്റം ആവശ്യമുണ്ട്. ആ മാറ്റം, അതുകൊണ്ടാണ് ഉറച്ച സീറ്റുകളിൽ പോലും ആളുകൾ പൊട്ടിപ്പോയത്. ആലപ്പുഴയായാലും ഏറ്റുമാനൂരായാലും അതുപോലെ പൊന്നാനി ആയാലും നോക്കൂ എങ്ങനെയാണ് വലിയ വിജയം അവിടെ ജനങ്ങൾ UDF കൊടുത്തത്. എന്തെങ്കിലും തെറ്റ് നമുക്കുണ്ടോ? ഇല്ല. ജനങ്ങൾ അലസമായി ചിന്തിച്ചത് കൊണ്ട് പിണറായി വിജയൻ തന്നെയാണ് പറഞ്ഞതാണ് ശരി എന്നാണ് CPM പറയാൻ പോകുന്നതെങ്കിൽ തെറ്റുതിരുത്തൽ എന്ന വാക്ക് നമ്മൾ പണ്ടും പാർട്ടി ഒരുപാട് തെറ്റിതിരുത്തിയിട്ടുണ്ട്. പ്ലീനം നടത്തിയിട്ടുണ്ട്, അത് നടത്തിയിട്ടുണ്ട്. പ്ലീനം നടത്തിയിട്ട് എന്ത് തെറ്റിരുത്തി? കൽക്കട്ട പ്ലീനം, തിരുവനന്തപുരം പ്ലീനം ഒക്കെ ഉണ്ടായല്ലോ. എന്ത് തെറ്റായിരുത്തിയത്? തിരുത്തിയില്ല എന്ന് മാത്രമല്ല, തെറ്റിൽ നിന്ന് കൂടുതൽ തെറ്റിലേക്ക് പോയി. ജനങ്ങൾ അത് പറഞ്ഞു പഠിപ്പിക്കുക. സഖാവ് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞതോടും പറഞ്ഞ് നമുക്ക് ഓർമ്മയുണ്ട്. പാർട്ടിയെ ജനങ്ങൾ തിരുത്തും. വിജയൻ മാഷ് പറഞ്ഞത് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. MN വിജയൻ മാഷ് പറഞ്ഞത് ഇങ്ങനെയാണ്: പാർട്ടി ഉണ്ടാവും, പക്ഷേ പിന്നിൽ ജനങ്ങൾ ഉണ്ടാവില്ല. ഇപ്പോൾ പാർട്ടിയുണ്ട്, പിന്നിൽ ജനങ്ങൾ പതുക്കെ 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 അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് പാർട്ടി തിരിച്ചറിയാൻ കഴിഞ്ഞാൽ കേരളത്തിൽ ഇടതുപക്ഷത്തിന് സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇടതുപക്ഷം കേരളത്തിൽ തകർന്നു പോകും. അതിലുള്ള ദുഃഖം കൊണ്ടാണ് നമ്മൾ പറയുന്നത്.